കേരളത്തിലെ മന്ത്രിപ്പട്ടിക ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അന്തിമമാകും എന്ന പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. കേരളത്തിൻ്റെ നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഗവർണറെ കാണാൻ വേണ്ടി അല്പസമയത്തുള്ളിൽ കണ്ടോൺമെൻറ് ഹൗസിൽ നിന്നും ഗവർണറുടെ വസതിയിലേക്ക് യാത്ര തിരിക്കും. ഈ സമയത്ത് മന്ത്രിപ്പട്ടിക നൽകും എന്നതായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് നൽകുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ വൈകുന്നേരം 5 മണിക്കാണ് അദ്ദേഹം അപ്പോയിൻമെൻ്റ് എടുത്തിരിക്കുന്നത്. അതിൽ പട്ടിക നൽകും എന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ പട്ടികയ്ക്ക് ഇപ്പോഴും അന്തിമ രൂപമായിട്ടില്ല. നിലവിൽ കോൺഗ്രസ് നേതാക്കൾ തമ്മിലുണ്ടാക്കിയിരുന്ന ധാരണ ചില സീറ്റുകളിലെ ചില പേരുകളിൽ ആണ് അന്തിമമായി ധാരണ ഉണ്ടാക്കാനുള്ളത്. ആ പേരുകൾ കൂടി ചേർത്ത് ഹൈക്കമാൻഡിൽ ലിസ്റ്റ് നൽകുക. ഹൈക്കമാൻഡ് അതിൽ നിന്ന് ആരെ ഉൾപ്പെടുത്തണം, ആരെ വെട്ടണം എന്നുള്ളത് തീരുമാനിക്കട്ടെ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തായാലും അങ്ങനെ ഒരു പട്ടിക ഇന്ന് നൽകുമോ എന്ന കാര്യത്തിൽ ഇതുവരെയും ഈ അവസാന മിനിറ്റുകൾ പോലും വ്യക്തതയില്ലാത്ത അവസ്ഥ കൂടി നിൽക്കുന്നു. അപ്പോഴും കേരളം ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് ആരൊക്കെ മന്ത്രിമാരാകും എന്നതിൽ. എന്തായാലും ഇന്നലെ നമുക്ക് പ്രേക്ഷകരുമായി അഭിപ്രായങ്ങൾ പറയാൻ അവസരം കൊടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം ഇങ്ങനെ വാർത്താ അപ്ഡേറ്റുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇന്നെന്തായാലും പ്രേക്ഷകർക്ക് പൊതുവേദി പ്രേക്ഷകർ പലരും പരാതി പറഞ്ഞു. ഇന്നലെ യൂട്യൂബിലുമൊക്കെ ആ പരാതി ഉന്നയിച്ചു. എന്തായാലും ഇന്ന് അങ്ങനെ ഉണ്ടാവില്ല. ഇന്ന് ഇടയ്ക്ക് കുറച്ച് സമയം കൂടി നമുക്ക് ഇടയ്ക്ക് വാർത്താ അപ്ഡേറ്റുകൾ വന്നാൽ അതിലേക്ക് കൂടി പോകേണ്ടി വരും. നമുക്ക് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾക്ക് കൂടി സമയം അനുവദിക്കാം.